തത്സമയം ആ ഭാഗമായി നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ മുഴുവൻ എന്താണ് രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ്. അത് പ്രതിപക്ഷ നേതാവ് ഞങ്ങളെല്ലാം ചോദിച്ചതാണ്. പ്രധാനമന്ത്രി വന്ന് പങ്കെടുക്കുന്ന പരിപാടി സർക്കാരിന്റെ വാർഷികമാണെങ്കിൽ പ്രധാനമന്ത്രിയെ സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന തുറമുഖത്തെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന പരിപാടിക്കാണോ ക്ഷണിച്ചത്? അതല്ല BJPയും CPMഉം സംയുക്തമായിട്ടാണോ ഈ സർക്കാർ വാർഷികം ആഘോഷിക്കുന്നത് എന്ന സംശയം ഞങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചു. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. 2015 ജനുവരി മാസം ഇത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. ഇത് എത്ര ശരവേഗത്തിലാണ് 2013 ടെൻഡർ വിളിച്ചു. ശരവേഗത്തിൽ ആണ് ഈ പദ്ധതി സത്യത്തിൽ തുടങ്ങാൻ സാധിച്ചത്. ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരാൾക്കല്ലാതെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി എല്ലാ എതിർപ്പുകളെയും ആരോപണങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയതുകൊണ്ടാണ് ഈ പദ്ധതി അന്ന് യാഥാർത്ഥ്യമായത്. അത് തുടങ്ങി വെച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ 9 കൊല്ലത്തിന് ശേഷം 9 കൊല്ലം എന്ന് പറയുന്നത് ഈ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഭിമാനത്തിന് വകയുള്ള ഒരു കാലഘട്ടമല്ല. കാരണം ഉമ്മൻചാണ്ടി പദ്ധതി തുടങ്ങിയത് 2013, അത് 2015 അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചെങ്കിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് ചെയ്തത്? 2016 ശേഷം ഒറ്റഴയുന്നത് പോലെ നീങ്ങുകയായിരുന്നു. അന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ദിവസം നിങ്ങളെല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് കടൽ കൊള്ള എന്നല്ലേ ദേശാഭിമാനിയിൽ ലേഖനം. അതിനുശേഷം ഇപ്പോൾ എന്താ? സർക്കാരിന്റെ ഇച്ഛാശക്തി. ഇത് രണ്ടും ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടുണ്ടായതാണ്. ഇത് ഈ പദ്ധതി ഭ്രൂണാവസ്ഥയിലായിരുന്നപ്പോൾ അതിനെ അലസിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. അതുകൊണ്ട് അഭിമാനത്തോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് ഉമ്മൻചാണ്ടിയുടെ ചൈൽഡാണ്, ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണിത്. അതിനെ ലാളിച്ച് വളർത്തി എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടി ഈ പദ്ധതി ആരംഭിച്ചില്ലായിരുന്നു. അത് ഈ പാരിസ്ഥിതിക അതിന്റെ പഠനത്തിലെല്ലാം യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഒരു അത്ഭുതകരമായിട്ടുള്ളതാണ്. അന്നത്തെ മന്ത്രി ജയറാം രമേശിനെ ആ സ്പോട്ടിൽ ഉമ്മൻചാണ്ടി വരുത്തുകയാണ്. എന്നിട്ടാണ് പഠനം നടത്തുന്നത്. സാധാരണ ഇതുപോലുള്ളൊരു പദ്ധതിക്ക് ഈ പാരിസ്ഥിതിക അനുമതി കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഉമ്മൻചാണ്ടിക്ക് പാർട്ടിക്കകത്തും പുറത്തും ശക്തമായ എതിർപ്പുകൾ. അതല്ലേ പറഞ്ഞത് 7620 കോടി രൂപയുടെ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിക്കുക മാത്രമല്ല, ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ ഏതോ ഒരു ചാനലിൽ അന്നത്തെ പിണറായി വിജയൻ സെക്രട്ടറിയുടെ ഒരു വിഷ്വൽ കണ്ടു. അദ്ദേഹം പറയുക പണത്തിന് മേലെ പരുന്തും പറക്കില്ല. അത് തന്നെയാണ് കാര്യം. പണത്തിന്റെ മുമ്പിൽ ഇതാ ഈ പദ്ധതി, അതിന്റെ പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഈ ഉദ്ഘാടന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് ക്ഷണമുണ്ടാവുന്നു. അതോടൊപ്പം തന്നെ വേദിയിൽ ഇരിപ്പിടം അനുവദിക്കുന്നു. 9ാം നമ്പർ അനുവദിച്ചിരിക്കുന്നു എന്നും ഈ സമയത്ത് അതായത് അഭിമാനമായ ഒരു അഭിമാനകരമായ അതെ ആള്. പക്ഷേ എല്ലാവർക്കും അഭിമാനമില്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ UDF സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രതിനിധി അദ്ദേഹമാണ്. അദ്ദേഹത്തെ എങ്ങനെയാണോ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ടത്? ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ ഗവൺമെന്റ് ഉള്ളപ്പോഴും പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുള്ളവരാണല്ലോ. അതൊക്കെ അങ്ങനെ തന്നെയാണ് അതിന്റെ എല്ലാ നടപടിക്രമം. പക്ഷേ അതിന് മന്ത്രി വാസവൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാരിന്റെ വാർഷിക പരിപാടികൾ നിങ്ങളോടല്ലേ പറഞ്ഞത്, വാർഷിക പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. അതിൽ കൂടുതൽ സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു അർഹിക്കുന്ന പരിഗണന കൊടുത്ത് വേണ്ടേ വിളിക്കാൻ. അത് മുഖ്യമന്ത്രിയും പറഞ്ഞതെന്താ? മുഖ്യമന്ത്രി ഒന്നും ഇത് വളരെ ലളിതമായിട്ടാണ്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നതിനോട് പൂർണ്ണമായും ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിന് വിയോജിപ്പാണ്. അല്ല, ഇന്ന് യോഗം കൂടുകയാണ്. ഏത് വിഷയവും ചർച്ച ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ യോഗം കൂടുന്നത്.